ദേശമംഗലത്ത് 19 വയസ്സുകാരനായ വിദ്യാർത്ഥിക്ക് നേരെ ആൾക്കൂട്ടാക്രമണം. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണമാണ് തനിക്കെതിരെ നടന്നതെന്ന് പരിക്കേറ്റ ജസീം പറഞ്ഞു. സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 13 പേർക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. മർദ്ദനമേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ ആശുപത്രിയിലാണ്. റോഡിലൂടെ നടന്നുവരികയായിരുന്ന ജസീമിനെ ഒരു സംഘം പുറകിൽ നിന്ന് ചവിട്ടി റോഡിലേക്ക് വീഴ്ത്തുകയായിരുന്നു. നിലത്തു വീണ വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മുഖത്തും ശരീരത്തിലും അതിക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ തലയ്ക്കും ശരീരത്തിനും ഗുരുതരമായി പരിക്കേറ്റ ജസീമിനെ ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിച്ചെന്ന കാരണത്താലാണ് ചെറുതുരുത്തി പള്ളം സ്വദേശികളായ ഒരു കൂട്ടം യുവാക്കൾ തന്നെ മർദ്ദിച്ചതെന്ന് ജസീം മൊഴി നൽകിയിട്ടുണ്ട്. ഒരു വോയിസ് പ്രശ്നത്തിന്റെ പേരിൽ ഒത്തുതീർപ്പാക്കാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത അക്രമമാണ് തനിക്കെതിരെ നടന്നതെന്നും ജസീം വെളിപ്പെടുത്തി. കൊണ്ടൊരു സ്വദേശിയാണ് ഞാൻ. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു സംഘം ചേർന്ന ചെക്കന്മാരുടെ ഫോണിലേക്ക് വിളിച്ചു. അപ്പൊ ഞാൻ അവരെ അടുത്തേക്ക് ചെന്നു. ഞാൻ എന്താ കോംപ്രമൈസ് ആയ ചെറിയൊരു പ്രശ്നമാണ്, ചെറിയൊരു വോയിസിന്റെ മേലുണ്ടായ ചെറിയൊരു പ്രശ്നമാണിത്. ആ പ്രശ്നത്തോടെ കോംപ്രമൈസ് ആയി ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ഒരു കൂട്ടത്തോടെ നിന്ന് പ്ലാൻ ചെയ്ത ഒരു സംഭവമാണിത്. അതിലൊരുത്തൻ അഫി പറഞ്ഞ ഒരുത്തൻ എന്നെ ചാടി ചവിട്ടി എൻ്റെ തല നേരെ റോട്ടിലേക്ക് ഇടിച്ചു. എൻ്റെ ബോധം വരെ നഷ്ടപ്പെട്ടു. എനിക്ക് ബോധം പോയി ഞാൻ നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥനായി ഞാൻ നിലത്ത് കടന്നു. എന്നിട്ട് അവരെന്നെ ചവിട്ടുകയും വണ്ടര ചായൂണിൻ്റെ പുറത്ത് കുത്തുകയും ചെയ്തു. അതിൽ 2-3 ചെക്കന്മാർ കുത്തറ കൊല്ലട അങ്ങനെ കുറെ വർത്താനങ്ങൾ പറയുന്നത് എൻ്റെ കുഞ്ഞിപ്പയും എൻ്റെ കുഞ്ഞിപ്പാൻ്റെ കൂട്ടുകാരൻ അനിൽ, ശരത്ത്, എൻ്റെ ചങ്ങായിമാരൊക്കെ കേട്ടു. നാട്ടുകാർ ചേർന്ന് തന്നെ ദേശമാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പറ്റില്ല, ഡോക്ടറില്ല, ഇപ്പം നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. കൂട്ടത്തിലുണ്ടായിരുന്ന അഫി എന്നു പേരുള്ള ഒരാൾ ചവിട്ടിയതിനെ തുടർന്ന് താൻ ബോധം നഷ്ടപ്പെട്ട നിലത്ത് വീണു. നിലത്തു കിടന്ന് തന്നെ ചവിട്ടുകയും വണ്ടിയുടെ താക്കോൽ ഉപയോഗിച്ച് പുറത്ത് കുത്തുകയും ചെയ്തതായും വിദ്യാർത്ഥി പറഞ്ഞു. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് കണ്ടാലറിയാവുന്ന 13 പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.